നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, Home and Office Furniture and Accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂളിന് മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കം. ജൂബിലിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കോളേജിൽ പുതിയ കോഴ്സ് അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴ കെ കരുണാകരൻ മെമ്മോറിയൽ ആശുപത്രിയുടെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കരുണാകരന്റെ വ്യക്തിപ്രഭാവം കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും അതിന്റെ തെളിവാണ് ഇത്തരം സ്ഥാപനങ്ങളെന്നും മന്ത്രി. ഇനി മുതൽ PO കുണിയനും. കുണിയൻ ജനതയുടെ ദീർഘകാലാവശ്യമായ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് യാഥാർത്ഥ്യമായി. കുണിയൻ യുവപ്രതിഭാ കെട്ടിടത്തിൽ P. കരുണാകരൻ MP പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കണ്ടോ, നീ ഇത് കണ്ടോ? ഇതെല്ലാം എന്റെ ഉടലിലേറ്റമെടുക്കണം. എല്ലാം ഞാൻ സഹിക്കാം. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ വിടവാങ്ങിയിട്ട് ജനുവരി 16 കാൽനൂറ്റാണ്ട് തികയുന്നു. മലയാളിയുടെ പ്രണയസങ്കല്പങ്ങൾക്ക് ജീവൻ പകർന്ന നസീർ ആസ്വാദ ഹൃദയത്തിൽ ഇന്നും റോൾ മോഡലാണ്. ജനുവരി 15 പാലിയേറ്റീവ് ദിനം. സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ. വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പയ്യന്നൂർ കോളേജ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ കോളേജിൽ കൂടുതൽ കോഴ്സ് അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നിലാണ് എന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അത് 100% ശരിയുമാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അത്രമാത്രം അവകാശവാദങ്ങൾ ഉന്നയിക്കാനില്ല. നമുക്കെത്ര നമ്മൾ മനസ്സുവെച്ചാൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അഭിമാനകരമായ നേട്ടങ്ങളുമായി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. പക്ഷേ എവിടൊക്കെയോ നമുക്ക് ചില പോരായ്മകൾ വന്നു. അതിന്റെ ഫലമായി വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെക്കാൾ മുന്നിലായി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പിന്നിലുള്ള സംസ്ഥാനങ്ങൾ പോലും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാളും എത്രയോ മുന്നിലാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ കുറവ് പരിഹരിക്കാനാവൂ. അത്തരം കൂട്ടായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ ഗവൺമെന്റ് അധികാരത്തിലേറിയ ശേഷം പയ്യന്നൂർ കോളേജിന് പുതിയ കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇനി പുതുതായി കോഴ്സുകൾ അനുവദിക്കുമ്പോൾ പയ്യന്നൂർ കോളേജിന്റെ കാര്യം പരിഗണിക്കുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച TV രാജേഷ് MLA യുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ഉമ്മൻചാണ്ടി പറഞ്ഞു.
നിലവിൽ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും മത്സരം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ മത്സരത്തിനനുസരിച്ച് അവസരവുമുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കാനാണ് ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ടി വി രാജേഷ് MLA അധ്യക്ഷനായിരുന്നു. ജനുവരി 19 മുതൽ നടക്കുന്ന വിദ്യാഭ്യാസ ശാസ്ത്ര പ്രദർശനം ഓറിയയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് നിർവഹിച്ചു. C കൃഷ്ണൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, TI മധുസൂദനൻ, AP നാരായണൻ, CK രമേശൻ മാസ്റ്റർ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. കരുണാകരന്റെ വ്യക്തിപ്രഭാവം കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും അതിന്റെ തെളിവാണ് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളെന്നും ഉമ്മൻചാണ്ടി. ചെറുപുഴയിൽ K കരുണാകരൻ മെമ്മോറിയൽ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മലയോരത്തിന്റെ സ്വപ്നങ്ങളിലൊന്നായ K കരുണാകരൻ മെമ്മോറിയൽ ആശുപത്രിയുടെ ശിലാസ്ഥാപനം നടന്നത്. K കരുണാകരന്റെ വ്യക്തിത്വവും പാടവവുമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇങ്ങനെയൊരു ആശുപത്രി നിർമ്മിക്കാൻ കാരണമായതെന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മലയോര ജനതയുടെ ആരോഗ്യ സമ്പാദന രംഗത്ത് ഏറ്റവും നിർണായകമായ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് അധ്യക്ഷനായിരുന്നു. 20 കോടി രൂപ മുതൽ മുടക്കിയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ചെറുപുഴ ഡെവലപ്പേഴ്സ് ആശുപത്രി നിർമ്മിക്കുന്നത്. C കൃഷ്ണൻ MLA മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, KJ വർക്കി, K കുഞ്ഞികൃഷ്ണൻ നായർ, റോഷി ജോസ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെറുപുഴയിലെത്തിയ മുഖ്യമന്ത്രിയെ കാണാൻ നിവേദക സംഘത്തിന്റെ വൻ തിരക്കു കാരണം മുഖ്യമന്ത്രിക്ക് വേദിയിലേക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണുണ്ടായത്. ചെറുപുഴയിലെത്തിയ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് നിവേദന സംഘങ്ങളുടെ പാട തന്നെയായിരുന്നു. വികലാംഗരും വൃദ്ധരും രോഗികളും നിവേദനവുമായി മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വഴി വാങ്ങാമെന്ന നിർദ്ദേശം സംസാരത്തിനിടയാക്കി. എങ്കിലും തിരക്കിനിടയിൽ പുറത്തേക്ക് പോകാനിറങ്ങിയ മുഖ്യമന്ത്രിയെ നിവേദന സംഘം വളഞ്ഞു. പലരും തിക്കിനും തിരക്കിലും പെട്ട് ഏറെ ബുദ്ധിമുട്ടിയാണ് തങ്ങളുടെ സങ്കടം കടലാസിലാക്കി മുഖ്യന് നൽകിയത്. എല്ലാം പരിഹരിക്കും എന്ന പതിവ് ശൈലിയിൽ പരാതികൾ വാങ്ങി മുഖ്യമന്ത്രി അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കുണിയൻ ജനതയുടെ ദീർഘകാല ആവശ്യമായ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് യാഥാർത്ഥ്യമായി. കരിവള്ളൂർ കുണിയൻ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം കുണിയൻ യുവപ്രതിഭാ കെട്ടിടത്തിൽ നടന്നു. P കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കുണിയൻ പ്രദേശത്ത് ഒരു പോസ്റ്റ് ഓഫീസ് എന്നത് നാട്ടുകാരുടെ വളരെ കാലമായുള്ള ആവശ്യമായിരുന്നു. ഈ ആവശ്യമാണ് വ്യാഴാഴ്ച സഫലമായത്. ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രവർത്തിയെടുക്കാൻ കഴിഞ്ഞത്. കരിവള്ളൂരിൽ പോയി പോസ്റ്റ് ഓഫീസിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രയാസമുള്ള ഒരു വിഷയമാണ്. IT മേഖലയിലെ വളർച്ച പോസ്റ്റ് ഓഫീസിന് ഭീഷണിയായതിനാൽ പ്രദേശവാസികൾ പോസ്റ്റ് ഓഫീസിന് നിക്ഷേപവുമായി സഹകരിച്ച് ഈ സ്ഥാപനം നിലനിർത്താൻ കരുതലെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ P കരുണാകരൻ MP പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി അധ്യക്ഷയായിരുന്നു. കണ്ണൂർ പോസ്റ്റ് ഓഫീസ് ഓഫ് സൂപ്രണ്ട് K സുകുമാരൻ സേവിങ്സ് ബാങ്ക് ആദ്യ അക്കൗണ്ട് സ്വീകരിച്ചു. EP തമ്പാൻ മാസ്റ്റർ, K നാരായണൻ, P കുഞ്ഞികൃഷ്ണൻ, K കുമാരൻ, K ബാലൻ, V ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPIM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPIM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഏരിയ സെക്രട്ടറി VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്നാണ് ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അച്ഛ, മറ്റേ ഭാഗത്ത് രാജ്. അതിന് വ്യത്യാസമുണ്ട്. ഒരു ഭാഗത്ത് അതിന്റെ വിലയും മറ്റേ ഭാഗത്ത് ഗവൺമെന്റിന്റെ ചിഹ്നമാണ്. ആ വ്യത്യാസം പോലുമില്ല കോൺഗ്രസിന്റെയും BJPയുടെയും ഭരണനയങ്ങളിൽ. P ശ്രീധരൻ അധ്യക്ഷനായി. KV പത്മനാഭൻ, T ശ്യാമള, MV സുകുമാരൻ, M രാമചന്ദ്രൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ M വനജ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ് ഇനിഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയർ പയ്യന്നൂർ BM LP സ്കൂൾ കുട്ടികളും ചേർന്നാണ് താലൂക്ക് ആശുപത്രിയിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത്.
ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. തുടർന്ന് കുട്ടികളുടെ തെരുവ് നാടകവും അരങ്ങേറി. ഇത്തരം ഒരു പാലിയേറ്റീവ് സംവിധാനം കൊണ്ട് ഒരുപാട് ജനോപകാരപ്രദമായ സംവിധാനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാം. കുഞ്ഞിമംഗലം കോവപ്പുറം താലായിൽ സ്വകാര്യ വ്യക്തി വയൽ നികത്തുന്നതായി പരാതി. വയൽ നികത്തി നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ കൃഷിയിറക്കിയ വയലാണ് സ്വകാര്യ വ്യക്തി നികത്തുന്നത്. പ്രസിദ്ധമായ താമരക്കുളം തണ്ണീർത്തടത്തിന് സമീപ പ്രദേശത്താണ് സ്വകാര്യ വ്യക്തി വയൽ നികത്തി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഒരാൾ പൊക്കത്തിൽ മതിൽ കെട്ടി പ്രദേശം വേർതിരിച്ച നിലയിലാണ്. മുൻകാലങ്ങളിൽ വളരെ വിസ്തൃതമായ പാടമായിരുന്നു പ്രദേശത്തെന്നും ഇപ്പോൾ കയ്യേറി വയൽ നാമാവശേഷമാവുകയാണെന്നും പരിസരവാസികൾ പറയുന്നു. ഈ ഏറ്റവും പ്രസിദ്ധമായ തണ്ണീർത്തടവും അതുപോലെ ഈ ദേശാടന പക്ഷികളൊക്കെ കുടിയേറി പാർക്കുന്ന ഈ താമരക്കാപ്പ് പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണിത്. ഇത്രയും കാലം ഇവിടെ നികത്തുന്ന രീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പരിസരത്ത് നിലവിലുള്ള വയൽ നികത്തൽ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില തൽപരകക്ഷികൾ വയൽ നികത്തിന് വേണ്ടി മതിൽ കെട്ടുകയും അത് മണ്ണിട്ട് നിറക്കാനുള്ള പരിശ്രമമാണ് നടന്നു വരുന്നത്. സ്വകാര്യ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആദ്യം നിർമ്മാണ പ്രവൃത്തിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലെന്നും ക്രമേണ മതിൽ കെട്ടുകയാണുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സംഘം സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ പരിചരണ ദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കൂലേരി നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കവി CM വിനയ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സാന്ത്വന പരിചരണ ദിനാചരണവും കുടുംബസംഗമവും കവി CM വിനയ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ നമ്മുടെ സന്തുലനത്തിലൂടെ സ്നേഹപരിചരണങ്ങളിലൂടെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്, വേദന നിന്ന് കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് താങ്ങും തണലും ആശ്വാസവുമായി തീരാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കർമ്മമാണ്. ജന്മം കൊണ്ടല്ല ഒരാൾ മഹാനാകുന്നത്, മറിച്ച് കർമ്മം കൊണ്ടാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായി. ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള ക്ലാസ് നടത്തി. തുടർന്ന് രമേശൻ പെരുന്തട്ട അവതരിപ്പിച്ച മ്യൂസിക് തെറാപ്പി നടന്നു. PGC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വിജയ, PV നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചൊല്ലിക്കൊടുക്കാനും കൂടെ നിൽക്കുന്നവർ തയ്യാറാകുമ്പോൾ അത് തീർച്ചയായിട്ടും ആ രോഗിക്ക് വലിയ ആശ്വാസം തന്നെയാകും. പഴയങ്ങാടി ഫസലി ഒമർ പബ്ലിക് സ്കൂൾ ബാൻഡ് സംഘത്തിന്റെ മേസ് കൈമാറ്റ ചടങ്ങ് സ്കൂൾ അങ്കണത്തിൽ നടന്നു. പയ്യന്നൂർ NCC 32ാം ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ A രാജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ബാൻഡ് മാസ്റ്ററായ KV ജയറാമിന്റെ നേതൃത്വത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 20-അംഗ ബാൻഡ് സംഘത്തിന്റെ മെയ്സ് കൈമാറ്റ ചടങ്ങും പാസിംഗ് ഔട്ട് പരേഡും സ്കൂൾ അങ്കണത്തിൽ നടന്നു. 6 മുതൽ 9 വരെ ക്ലാസ്സിലെ 9 പെൺകുട്ടികളും 11 ആൺകുട്ടികളും അടങ്ങുന്നതാണ് ബാൻഡ് സംഘം. Tell it just for the sake of it. I've seen it in front of me for 20 minutes band display and it's marvelous. It's very very synchronized move. ബ്യൂഗിൾ ബാൻഡാണ് വിദ്യാർത്ഥികൾ പരിശീലിച്ചിരുന്നത്. മെയ്സ് കൈമാറ്റ ചടങ്ങിൽ ചെയർമാൻ സമീർ അഹമ്മദ് അധ്യക്ഷനായി. PP നസിമുദ്ദീൻ, ജസീർ അഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ VP രാമചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പൽ മിനി മിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകനുമുള്ള പുരസ്കാരം ലഫ്റ്റനന്റ് കേണൽ A രാജീവ് കൈമാറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ അരങ്ങൊഴിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ടാകുന്നു. മലയാള സിനിമ എന്നാൽ നസീർ എന്ന് പറഞ്ഞ ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. മലയാളിയുടെ പ്രണയ സങ്കല്പങ്ങൾക്ക് നിഗ്രം പകർന്ന നസീർ ആസ്വാദക മനസ്സിൽ ഇന്നും അമരനാണ്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ മറിഞ്ഞിട്ട് 25 വർഷമാകുന്നു. 1989 ജനുവരി 26-നാണ് അബ്ദുൽ ഖാദർ എന്ന പ്രേം നസീർ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയത്. മലയാള സിനിമയിൽ പകരം വെക്കാനാവാത്ത എവർഗ്രീൻ ഹീറോ ആയിരുന്നു നസീർ. കണ്ടോ,
നീ ഇത് കണ്ടോ? ഇതെല്ലാം എന്റെ ഉടലിലേറ്റ വടുക്കളാണ്. എല്ലാം ഞാൻ സഹിക്കാം. പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേറ്റ മുറിവുകൾ അതെനിക്ക് സഹിക്കാനാവില്ല. നസീർ നായകനായി 1979 39 സിനിമകൾ ഇറങ്ങുകയുണ്ടായി. 1951 ത്യാഗസീമ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തുടങ്ങിയ പ്രേം നസീറിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം നസീർ എന്ന ദ്വയം തന്നെ രൂപമെടുക്കുന്നതാണ് പിന്നീട് മലയാളി കണ്ടത്. സത്യൻ എന്ന അഭിനയ പ്രതിഭയ്ക്ക് മുൻപിൽ നസീറിന് കാലിടറാതെ മുന്നേറാനും കഴിഞ്ഞു. ഈ ചാക്കോ മുതലാളിയുമായിട്ട് എന്തായിരുന്നു വഴക്ക്? 60കളിലും 70കളിലുമാണ് നസീറിന്റെ സുവർണ കാലഘട്ടം. നസീറിന്റെ താരപ്പൊലിമയ്ക്ക് മുൻപിൽ മധു എന്ന നടന് ഒതുങ്ങേണ്ടി വന്നതും പിന്നീടുള്ള ചരിത്രമാണ്. മലയാളിയുടെ പ്രണയനായകന്റെ റോൾ മോഡലായിരുന്നു ഒരു കാലത്ത് പ്രേം നസീർ. 130 സിനിമകളിൽ നസീറിന് ഷീല നായികയായെത്തി. അത് ഇന്നും ഭേദിക്കപ്പെടാത്ത റെക്കോർഡാണ്. നസീർ ഷീല മലയാള സിനിമയിലെ ആദ്യത്തെ താരജോഡിയുമാണ്. അനുഭവങ്ങൾ, പാളിച്ചകൾ, CID നസീർ, തരൂ ഒരു ജന്മം കൂടി തുടങ്ങി എത്രയോ സിനിമകൾ മലയാളിക്ക് ഇന്നും മറക്കാനാവാത്തതാണ്. വടക്കൻ പാട്ടുകളെ അധികരിച്ചെടുത്ത പല സിനിമകളും ഇദ്ദേഹത്തിന്റെ താരമൂല്യത്തെ ഉയർത്തി നിർത്തി. ആരോമലുണ്ണി, കണ്ണപ്പനുണ്ണി, കടത്തനാട്ടുമാക്കം തുടങ്ങിയ സിനിമകളും ഈ ഗണത്തിൽപ്പെട്ടവയാണ്. ഷീലയുമായുള്ള പിണക്കത്തെ തുടർന്നാണ് വിജയശ്രീ നസീറിന്റെ നായികയായി എത്തുന്നത്. കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, പാവങ്ങൾ, പെണ്ണുങ്ങൾ, പൊന്നാപുരം കോട്ട തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. ജയഭാരതിയും ശാരദയുമെല്ലാം നസീറിന്റെ ബോക്സ് ഓഫീസ് വിജയനായികമാരായിരുന്നു. നസീറിനെ ജനഹൃദയങ്ങളുമായി അടുപ്പിക്കുന്നതിൽ ഒരു പങ്ക് യേശുദാസിനും അവകാശപ്പെടാനുണ്ട്. നസീറിന്റെ കൂടെ അനേകം സിനിമകളിൽ അഭിനയിച്ച് അടൂർ ബാസിയും നമ്മെ ചിരിപ്പിച്ചു. ഇരുട്ടിന്റെ ആത്മാവ്, മുറപ്പെണ്ണ്, നദി ഇവയൊക്കെ നസീറിലെ യഥാർത്ഥ നടനെ നമുക്ക് കാണിച്ചു തന്ന സിനിമകളാണ്. 80കളിലായിരുന്നു നസീറിന്റെ താരപ്പൊലിമ മറ്റു താരങ്ങളുമായി പങ്കിടേണ്ടി വന്നത്. സോമൻ, സുകുമാരൻ, ജയൻ തുടങ്ങിയ താരങ്ങളൊക്കെ ഈ കാലയളവിലാണ് ഉദയം കൊണ്ടത്. അപ്പോഴും നസീറിന് തന്റെ താരമൂല്യം കൈവിടാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ രംഗം കൈയടക്കിയതോടെ നസീർ മുഖ്യധാരയിൽ നിന്ന് പതിയെ പിൻവാങ്ങുകയായിരുന്നു. 1990 പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച കടത്തനാടൻ അമ്പാടിയാണ് നസീറിന്റേതായി അവസാനം റിലീസായ ചിത്രം. എന്റർടൈൻമെന്റ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ദുഃഖമേ നിനക്ക് പുലകാലവന്ദനം, കാലമേ നിനക്കഭിനന്ദനം, എന്റെ രാജ്യം കീഴടങ്ങി. കണ്ണൂർ സർവശിക്ഷാ അഭിയാന്റെയും BRC പയ്യന്നൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനുവരി 12 മുതൽ കരുവള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ നടന്നുവന്ന ശില്പശാല ജ്വാല 2015 സമാപിച്ചു. കരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അപ്യാൽ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും അതേപോലെ അവരുടെ മറ്റ് വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ സർവശിക്ഷാ അഭിയാൻ കണ്ണൂരിന്റെയും BRC പയ്യന്നൂരിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജ്വാല 2015 പെൺകുട്ടികളുടെ ജീവിത നൈപുണ്യ ശില്പശാല മാന്യഗുരു UP സ്കൂളിൽ സമാപിച്ചു. സമാപന സമ്മേളനം പെരളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്യാൽ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റസ് OT ഖദീജ, PTA പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, സതീശൻ മാസ്റ്റർ, സുനന്ദ PV, ജിഷ C, പ്രവീൺ K തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടിയും അരങ്ങേറി. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനു മുന്നോടിയായി IRPC ആലപ്പടമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഗികളെ സന്ദർശിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. K ശശിധരൻ, VV ഭാസ്കരൻ, P ദേവരാജൻ, VV സുരേഷ്, മിനി എന്നിവർ സംബന്ധിച്ചു.
സെറ്റോ ചെയർമാൻ ശ്രീ കോട്ടത്തല മോഹനൻ നയിക്കുന്ന ജനജീവന ബോധനയാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപനം തൃക്കരിപ്പൂരിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടക്കാല ആശ്വാസം അനുവദിച്ച് ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി നടപ്പിലാക്കുക, പെൻഷൻ പ്രായം 60 വയസ്സാക്കി ഉയർത്തി ഏകീകരിക്കുക, സിവിൽ സർവീസ് അഴിമതിരഹിതമാക്കുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക തുടങ്ങി 8ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് ചെയർമാൻ കോട്ടത്തല മോഹനൻ നയിക്കുന്ന ജനജീവന ബോധനയാത്ര ഉപ്പള, കാഞ്ഞങ്ങാട്, വെള്ളരിക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം വൈകിട്ട് 6 മണിയോടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി. തുടർന്ന് നടന്ന ജില്ലാതല സമാപന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നടത്തിയ അനുഭവങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കൊരു സമരം പോലും നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടില്ല. അത് മുഖ്യമായ കാരണം കേരളത്തിലെ സർക്കാർ മേഖലയിലെ അധ്യാപകന്മാരായാലും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരായാലും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണ്ടറിയാനും അത് മനസ്സിലാക്കിക്കൊണ്ട് വി രമേശൻ അധ്യക്ഷനായി. പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. NK ബെന്നി, C രവി, NL ശിവകുമാർ, AV രാജഗോപാലൻ, T ധനഞ്ജയൻ, P ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ലീഡർ കോട്ടത്തല മോഹനനെ വിവിധ പോഷക സംഘടനകൾക്കു വേണ്ടി ഹാരാർപ്പണം നടത്തി. അദ്ദേഹം ഒരു ഫോട്ടോഷോപ്പ് നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ജാഥ ലീഡർ സ്വീകരണത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി സംസാരിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയും പയ്യന്നൂർ BMLP സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗണിൽ നടത്തിയ തെരുവ് നാടകം കുട്ടികളുടെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധേയമായി. ജനുവരി 15 സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ കുട്ടികൾ നടത്തിയ പരിപാടി ശ്രദ്ധേയമായി. പയ്യന്നൂർ BMLP സ്കൂളിലെ 10ഓളം കുരുന്നുകൾ അവതരിപ്പിച്ച തെരുവ് നാടകമാണ് സാന്ത്വന പരിചരണത്തിന്റെ മഹത്വം വിളിച്ചോതിയത്. നിരവധി സംഭവങ്ങൾ കോർത്തിണക്കിയ നാടകം അഭിനയ മികവ് കൊണ്ട് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തി. ഈ കർമ്മത്തെക്കുറിച്ച് കുട്ടികളുടെ കാഴ്ചപ്പാട് തന്നെ ഈ വാക്കുകളിൽ കാണാം. ഒന്ന് റോഡ് കടത്താൻ പോലും നമ്മൾ ശ്രമിക്കാറില്ല. നമ്മളൊരു മനുഷ്യൻ തന്നെയാണോ? പലപ്പോഴും ഞാനിത് ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ എത്ര നന്നായിട്ടാണ് പാവങ്ങളോട് പെരുമാറേണ്ടത്. മറ്റുള്ളവർ സ്വന്തം പെറ്റ അമ്മയെ പോലും മൈൻഡ് ചെയ്യാതെ നടക്കുന്നുണ്ട്. അതെന്ത് മര്യാദയാണ്? ഇവിടെ നോക്കാൻ ആരുമില്ലേ? പാവങ്ങളെ നമ്മളും നോക്കണം. നമ്മൾ നോക്കി അവരെ നല്ല നിലയിലെത്തിക്കണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ജനുവരി 26 രാമന്തളിയിൽ നടക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ മുന്നോടിയായി രാമന്തളി പഞ്ചായത്ത് ഹാളിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജനുവരി 26 രാമന്തളി ഉത്രാടം റിസോർട്ടിൽ നടത്തുന്ന ജില്ലാ കൺവെൻഷന്റെ മുന്നോടിയായി രാമന്തളി പഞ്ചായത്ത് ഹാളിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ പീറ്റർ ഏഴിമല അധ്യക്ഷനായിരുന്നു. OK ശശി, PP ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു. ചെറുപുഴ പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും പുളിങ്ങോം PHCയുടെയും നേതൃത്വത്തിൽ റാലി നടത്തി. തൃക്കരിപ്പൂർ മുനവീർ മദ്രസ ഹാളിൽ നടത്തിയ പ്രവാസി സ്നേഹ സംഗമം ചന്ദ്രിക ദിനപത്രം ഡയറക്ടർ മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ജീവിതാനുഭവങ്ങൾ ഒരുപാട് നേരിട്ടവരാണ് പ്രവാസികളെന്നും അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹ്യ ഇടപെടലുകളിലും മുന്നിട്ടിറങ്ങുന്നത് പ്രവാസികളാണെന്നും തൃക്കരിപ്പൂരിൽ നടത്തിയ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് കൂടിയായ മെട്രോ മുഹമ്മദ് ഹാജി പറഞ്ഞു. AK അബ്ദുൽ സലാം ഹാജി അധ്യക്ഷനായി. NA മജീദ്, M അബ്ദുറഹ്മാൻ ബീരിച്ചേരി, ഷഹനാസ് N, TP സിറാജ്, TP അബ്ദുള്ള, അബ്ദുൾ റഹീം ദുബൈ, ഇബ്രാഹിം തട്ടാനിശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. മാട്ടൂൽ ALP സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പ്രദർശനം ശ്രദ്ധേയമായി. പ്രദർശനം മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് CH ഗൈറുനിസ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിക്കുന്ന ഫോക്കസ് 2015ന്റെ ഭാഗമായാണ് സ്കൂളിൽ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായി ഫോട്ടോ പ്രദർശനം, പുരാവസ്തു പ്രദർശനം, തെയ്യത്തിന്റെ ആടയാഭരണങ്ങളുടെ പ്രദർശനം,
പഠന ഉൽപ്പന്ന പ്രദർശനം എന്നിവയും നടന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഷഹീർ അഹമ്മദിന്റെ ഫോട്ടോ പ്രദർശനവും ആഷിർ മാട്ടൂലിന്റെ പുരാവസ്തു പ്രദർശനവുമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് ചരിത്ര പ്രദർശനം, അതുപോലെ ഫോട്ടോ പ്രദർശനം, പുരാവസ്തുക്കൾ, തെയ്യം, നാടൻ കലകൾ, അതുപോലെ ലൈബ്രറി പുസ്തകങ്ങൾ, കുട്ടികളുടെ പഠന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഒട്ടനവധി പ്രദർശന വസ്തുക്കൾ ഇവിടെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് മറ്റും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാട IAO VM രാജീവൻ അധ്യക്ഷത വഹിച്ചു. കെ ശകുന്തള, AP ജയശ്രീ, രാജേന്ദ്രൻ, V മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പിലിക്കോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2015 ജനുവരി 15 ജനകീയ പാലിയേറ്റീവ് ദിനം പരിപാടി സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യം പരിപാടിയുടെ ഭാഗമായി നടത്തിയ പുതപ്പ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി നിർവഹിച്ചു. ഓലാട്ട് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ക്ലാസ് എടുത്തു. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിലുള്ള കുടുംബാംഗങ്ങളുടെ അവരുടെ മനോരീതിയിൽ മാറ്റം വന്നു. അവരെ നോക്കാൻ മാസത്തിൽ ഒരാൾ ഇങ്ങനെ വരുമെന്നതുകൊണ്ട് മാത്രം അവരെ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. വൈസ് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായി. P കുഞ്ഞിക്കണ്ണൻ, VK രാമചന്ദ്രൻ, P ശൈലജ, JJ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ മുനവീർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് നിർമ്മാണ കമ്മിറ്റി ഓഫീസ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. 5 കോടി രൂപ ചിലവിൽ തൃക്കരിപ്പൂരിൽ നിർമ്മിക്കുന്ന മുനവർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് നിർമ്മാണ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മെട്രോ മുഹമ്മദ് ഹാജി നിർവഹിച്ചു. ഉദ്ഘാടന ശേഷം നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് മാനൂർ അഹമ്മദ് മൗലവി നേതൃത്വം നൽകി. VPP അബ്ദുൾ റഹീം ഹാജി, അഡ്വക്കേറ്റ് MTP ഖരീം, TP സിറാജ്, TP അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതൊക്കെ ഒരു പെയ്ഡ് സംവിധാനമാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൽ ഇഷ്ടംപോലെ ആശുപത്രികളിലുണ്ട്. അതല്ലാതെ ഉണ്ട് പലരും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ട് ക്ലിനിക്ക് വെച്ച് നടത്തുന്നവരുണ്ട്. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഭാഗമായി നടന്ന പ്രഭാഷണ പരിപാടിയിൽ M രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ VC രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഇനി ഉത്സവ വിശേഷങ്ങൾ. കുഞ്ഞിമംഗലം മടത്തുംപടി ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ജനുവരി 11 മുതൽ 18 വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വല്ലതും വരുമ്പോഴാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കല്യാണം, ആ കല്യാണത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിമംഗലം മടത്തുംപടി ശ്രീ ഭൂതനാഥ ക്ഷേത്രം കണ്ടംകുളങ്ങരയിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ജനുവരി 18 സമാപിക്കും. സംഭാണ്ട പെരിക്കമന ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം നടന്നുവരുന്നത്. ഭൂഗോള വർണ്ണനം, അജമിളോഭ്യാഖ്യാനം, ചിത്രകേതോഭ്യാഖ്യാനം, പ്രഹ്ലാദ ചരിതം, നരസിംഹാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ ജനുവരി 14 പ്രഭാഷണം നടന്നു. അദ്ദേഹം 100 യാഗങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ശതകൃതമായി രാമതളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പേരിൽ രാമതളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിലേക്ക് വ്യാജ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഫോൺ കോളുകൾക്ക് ആരോഗ്യ കേന്ദ്രവുമായി ഒരു ബന്ധമില്ലെന്നും ഇത്തരം പരാതികൾ പോലീസുമായി ബന്ധപ്പെട്ട് പരിഹരിക്കണമെന്നും രാമതളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നു. കാങ്കോലി LP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 2000 മുതൽ 2015 വരെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെ യോഗം ജനുവരി 18 ഞായറാഴ്ച 4 മണിക്ക് സ്കൂളിൽ ചേർന്നു. ഇനി അറിയിപ്പുകൾ. വടശ്ശേരി സുബ്രഹ്മണ്യൻ കോവിൽ ആണ്ടിയൂട്ട് മഹോത്സവത്തിന് ജനുവരി 16 തുടക്കമാകും. വൈകുന്നേരം 4 മണിക്ക് തൊഴുതുവരവോടെ ഉത്സവം ആരംഭിക്കും. പിലാത്ര UP സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ പുറ്റിനുള്ളിലെ രത്നങ്ങൾ തേടി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ജനുവരി 16 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം, കേളപ്പൻ സർവീസ് സെന്റർ അന്നൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ KP കുഞ്ഞിരാമ പൊതുവാൾ അനുസ്മരണം ജനുവരി 18 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് KP സ്മാരക ഹാളിൽ നടക്കും. കൈരളി ഹെർബൽ ഹെറിറ്റേജ് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി അസ്ഥി സാന്ദ്രത നിർണയ ക്യാമ്പ് ജനുവരി 16 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കൈരളി ആയുർവേദ ചികിത്സാലയം എടാട്ട് വെച്ച് നടത്തപ്പെടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പയ്യന്നൂർ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കം. ജൂബിലിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കോളേജിൽ പുതിയ കോഴ്സ് അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴ കെ കരുണാകരൻ മെമ്മോറിയൽ ആശുപത്രിയുടെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കരുണാകരന്റെ വ്യക്തിപ്രഭാവം കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും അതിന്റെ തെളിവാണ് ഇത്തരം സ്ഥാപനങ്ങളെന്നും മന്ത്രി. ഇനി മുതൽ PO കുണിയനും. കുണിയൻ ജനതയുടെ ദീർഘകാലാവശ്യമായ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് യാഥാർത്ഥ്യമായി. കുണിയൻ യുവപ്രതിഭാ കെട്ടിടത്തിൽ P. കരുണാകരൻ MP പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കണ്ടോ, നീ ഇത് കണ്ടോ? ഇതെല്ലാം എന്റെ ഉടലിലേറ്റ വടുക്കളാണ്. എല്ലാം ഞാൻ സഹിക്കാം. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ വിടവാങ്ങിയിട്ട് ജനുവരി 16 കാൽനൂറ്റാണ്ട് തികയുന്നു. മലയാളിയുടെ പ്രണയസങ്കല്പങ്ങൾക്ക് ജീവൻ പകർന്ന നസീർ ആസ്വാദ ഹൃദയത്തിൽ ഇന്നും റോൾ മോഡലാണ്. ജനുവരി 15 പാലിയേറ്റീവ് ദിനം. സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ. വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.